പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവിലേക്ക് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുൻപിൽ ഭാരമായി നിൽക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ മുൻപിൽ ഭാരമായി കൊണ്ടുവച്ചിരിക്കുന്ന ചില മാറുകയില്ല എന്ന് പറഞ്ഞ ഉരുട്ടിക്കൊണ്ട് വച്ചിരിക്കുന്ന ചില കല്ലുകൾ ആരും തൊടാതെ തന്നെ വഴിമാറിപ്പോകുന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടെ ദൈവിക സന്ദേശത്തെ ശ്രവിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 2-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അവർ അകത്ത് കടന്നപ്പോൾ കർത്താവ് യേശുവിൻ്റെ ശരീരം കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ പരിചിതമുള്ള ഒട്ടേറെ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ചിന്തയ്ക്കായി നമുക്ക് നൽകി തന്നിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ മരണാനന്തരം യേശു കർത്താവിനെ വെച്ചിരിക്കുന്ന കല്ലറയിലേക്ക് സഹോദരിമാർ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, അവർ പ്രതീക്ഷിച്ച കാഴ്ചയല്ല അവർ കാണുന്നത്. അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ ചില കാഴ്ചകൾ അവരവിടെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാരംഭ സെക്കൻഡുകളിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. നാം പ്രതീക്ഷിച്ചത്, ഇന്നലെ ഉരുട്ടിക്കൊണ്ടുവച്ച ചില കല്ലുകൾ, ഇന്നലെ കൊണ്ടുവച്ച ചില രോഗങ്ങൾ, ഇന്നലെ നമ്മെ അലട്ടിയ ചില ക്ഷീണങ്ങൾ, ഇന്നലെ നമ്മെ വലച്ച ചില പ്രതിസന്ധികൾ, അത് എന്നും കാണുമെന്ന് നാം പ്രതീക്ഷിച്ചത് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കണം. കാരണം യേശു കർത്താവിനെ അടക്കം ചെയ്യുന്നത് കണ്ട സഹോദരിമാർ യേശു കർത്താവിനെ അടക്കം ചെയ്ത കല്ലറയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അവർ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട കാഴ്ചയാണ് യേശുവിൻ്റെ കല്ലറയിൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന ചില കല്ലുകൾ ശത്രുവായവൻ തൻ്റെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ തലമുറയെ നോക്കി, നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിനെ നോക്കി ചില കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുവച്ച്, ചില ഭാരങ്ങൾ ഉരുട്ടിക്കൊണ്ടുവച്ച്, അതൊരു കാലത്തും ഏത് പാസ്റ്റർ പ്രാർത്ഥിച്ചാലും, ഏത് പ്രാർത്ഥന കൂട്ടായ്മയ്ക്കകത്തു പോയാലും മാറത്തില്ലെന്ന് വെല്ലുവിളിച്ച് ഉരുട്ടിക്കൊണ്ടുവച്ച ചില കല്ലുകളെ പരിശുദ്ധാത്മാവ് ഈ തിരുവചന ഭാഗത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ആരും ഉരുട്ടിക്കളയാതെ, ആരുടെയും സഹായമില്ലാതെ അത് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീങ്ങിപ്പോകാനുള്ള സമയങ്ങൾ വെളിപ്പെടാൻ പോവുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട കാഴ്ച, യേശുവിൻ്റെ കല്ലറയിൽ ആർക്കും മാറ്റാൻ കഴിയാത്ത ഒരു കല്ല്, ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിച്ച ഒരു കല്ല് ഉരുട്ടിക്കൊണ്ട് വെച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. ആ കല്ല് അവർക്ക് ഭാരമായിരുന്നു. യേശുവിൻ്റെ ശരീരം കാണാനോ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വിശ്വസിക്കാതെ വണ്ണം യേശു പറഞ്ഞൊരു പദമുണ്ട്: ഈ മന്ദിരം പൊളിച്ചാൽ 3-ാം നാൾ ഞാൻ പുറത്തു വരും എന്ന്, ഇത് ഞാൻ പണിയുമെന്ന് പറഞ്ഞ വാക്കിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ആ ഒരു വലിയ ഭാരമുള്ള കല്ല് അവരുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുകയാണ്. ഇന്ന് എൻ്റെ സന്ദേശം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ തലമുറയുടെ ലൈഫിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആരൊക്കെയോ ഉരുട്ടിവെച്ച ചില കല്ലുകൾ, ആരൊക്കെയോ വെല്ലുവിളിച്ച ചില കല്ലുകൾ, അതിനെ എടുത്തു മാറ്റാനുള്ള ദൈവത്തിന്റെ നീതി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ. ആരാ പറഞ്ഞത് തൻ്റെ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന്? ആരൊക്കെയോ പറഞ്ഞില്ലേ നിങ്ങളുടെ കുടുംബത്തിന് നേരെ കൊണ്ടുവച്ച ഈ കല്ല് എന്നാളും എക്കാലവും അതൊരു വലിയ തടസ്സവും അതൊരു വലിയ കെട്ടുമായിരിക്കും, വലിയൊരു ബാധ്യതയായി തീരുമെന്ന് ആരൊക്കെയോ വെല്ലുവിളിച്ചില്ലേ? ഇന്ന് രാത്രി, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അതരങ്ങൾ ചലിപ്പിച്ചു പറയണം: എന്റെ മുൻപിൽ ഇന്നലകളിൽ ഉരുട്ടിവെച്ച കല്ലുകൾ അത് അപ്രത്യക്ഷിതമാകാനുള്ള സമയം വെളിപ്പെട്ടു നിൽക്കുകയാ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്ന അസാധാരണ നിമിഷങ്ങൾ എനിക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണെന്ന്
സ്തോത്രം, എത്ര പേർക്ക് ആത്മാവിൽ അധരങ്ങളെ തുറന്നു പറയാൻ കഴിയും? ശിക്ഷണങ്ങളും സഹോദരങ്ങളും സഹോദരിമാരും കടന്നു വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച, ഇന്നലകളിൽ അവരുടെ മുമ്പിൽ യേശുവിന്റെ കല്ലറയുടെ വാതിൽക്കൽ അടച്ചു വച്ചിരുന്ന കല്ല് അതുപോലെ തന്നെ കാണുമെന്നാണ്. പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാതെ, അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആ കല്ല് അവിടെ നിന്ന് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു എന്നാണ് ദൈവവചനം വായിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നമ്മളെ അധികം വേദനിപ്പിച്ച, നമ്മെ അധികം ദുഃഖിപ്പിച്ച, അധികം ഭാരമാക്കി തീർത്ത ചില കല്ലുകളെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പരിശുദ്ധാത്മ ദൂത് കൈമാറുകയാണ്. ആ കല്ല് അപ്രത്യക്ഷിതമാകാൻ, ആ കല്ല് വഴിമാറി പോകാനുള്ള, ആ കല്ലിനെ ഉരുട്ടിക്കളഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചലിപ്പിക്കും. ചിലരോട് ചോദിച്ചാൽ അവർ പറയും, പാസ്റ്റർ, എൻ്റെ ജീവിതത്തിലെ കല്ല് എൻ്റെ രോഗമാ. വർഷങ്ങളേറെയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഏറെ വർഷങ്ങൾ കൊണ്ട് ഞാൻ കരയുകയാ, ഏറെ നാളുകൾ കൊണ്ട് അനേക വൈദ്യന്മാരെ കാണിച്ചു, ഏറെ നാളുകൾ കൊണ്ട് അനേകരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. എന്നാൽ ഇന്നും ഞാൻ ക്ഷീണാവസ്ഥയിൽ തന്നെ തുടരുകയാ. ഇന്നും ഞാൻ അതേ പരിതാപ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അവസ്ഥയ്ക്കൊരു ഭേദം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഇതുവരെ ഒരു പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ച് വേദനപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നോ? നിങ്ങൾ ഈ പ്രതിസന്ധി മാറത്തില്ല എന്നും ഈ പ്രതികൂലം മാറുകയില്ല എന്നും അടിവരയിട്ട് പറഞ്ഞ് അതേ പ്രതികൂലത്തെ നോക്കി നിങ്ങളെ ആധരം ചലിപ്പിച്ച് വിശ്വാസത്തോടെ പറ, യേശുവിന്റെ കല്ലറയുടെ മുൻപിൽ വെച്ചിരുന്ന ആ കല്ല് ഉരുട്ടു നീക്കിയ അതേ ദൈവത്തിന്റെ ദൂതന്മാർ, അതേ ദൈവത്തിന്റെ ശക്തി എന്റെ വിഷയത്തിന്റെ മേൽ ശത്രുവായവൻ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഭാരത്തെ ഉരുട്ടിക്കളയുമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അതേ പ്രിയമുള്ളവരെ, എത്ര ഭാരമുള്ള വിഷയമാകട്ടെ, എത്ര വേദനിപ്പിക്കുന്ന വിഷയമാകട്ടെ, അതിനെ എടുത്തു മാറ്റാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയബോധ്യത്തോടും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന നിലയിൽ, നമ്മെ അതിശയിപ്പിക്കുന്ന നിലയിൽ, ഇന്നലകളിൽ നമ്മെ മുറിവേൽപ്പിച്ച, ഭാരമേൽപ്പിച്ച ആ കല്ലിനെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, കർത്തൃസന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.